ഈ ആഗോള അയ്യപ്പ സംഗമവുമായി CPM എത്തുന്നു. പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പിണറായിക്ക് അയ്യപ്പ ശാപ പേടിച്ചാണ് പിണറായി ഇപ്പോൾ ഇത്തരത്തിൽ ഈ കറുത്ത വസ്ത്രം ഉടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കറുത്ത കാറിൽ സഞ്ചരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഈ കമല പല വഴിക്ക് കൂടി പോയി അയ്യപ്പ ശാപം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങുന്നു, മകളും അമ്മയും എന്നൊക്കെ ഒരു ഭാഗം പറയുന്നുണ്ട്. പക്ഷെ ചിലർ പറയുന്നത് BJP ഇതിനെ നേട്ടമാക്കാൻ ശ്രമിക്കുക. എന്താണ് BJPക്ക് അയ്യപ്പ സംഗമത്തിൽ അവർ കാണുന്ന വിരുദ്ധത എന്താണ് എന്നാണ് ഞാൻ ഇന്നലെ കുറേ ചാനലിലെ ഡിബേറ്റുകൾ കണ്ടപ്പോൾ പല അവതാരകരും ചോദിക്കുന്നത്. BJP ഇതിന് എന്തിനാണ് മുതലെടുക്കുന്നത്? അയ്യപ്പ സംഗമം CPM നടത്തിയാൽ എന്താണ് പ്രശ്നം, എന്ത് വൈരുദ്ധ്യമാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിലെന്താണ് CPM അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല എന്നുണ്ടോ? BJP എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് BJPയുടെ ആളുകളോട് ചോദിച്ചാലേ അറിയുള്ളൂ. എനിക്കറിയില്ല. BJP പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത്. ഹൈന്ദവ സംഘടനകൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. ഹിന്ദു ഐക്യവേദിയുടെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഹൈന്ദവ സംഘടനകൾ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? CPMന് എന്തുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിക്കൂടാ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. CPMന് അയ്യപ്പ സംഗമം നടത്താൻ ധാർമ്മികമായ ഒരു അവകാശമില്ല. അവർ വിശ്വാസികളോടൊപ്പം എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആദരവോ സഹിഷ്ണുതയോ വെച്ചു പുലർത്തിയ ചരിത്രം CPMനുണ്ടോ? ഹൈന്ദവ വിശ്വാസങ്ങളെ ഏത് നിലയ്ക്കാണ് CPM നാളിതുവരെ കണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുമ്പിലെ ചരിത്രമാണ്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അയ്യപ്പ വിശ്വാസത്തെ ഏതൊക്കെ തരത്തിലാണ് CPM അവഹേളിച്ചിട്ടുള്ളത് എന്ന് ആ പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനു മുൻപ് ക്ഷേത്രങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് CPMൻ്റെ സമീപനം എന്തായിരുന്നു? വിശ്വാസികളോടുള്ള സമീപനം എന്താണ്? സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എത്ര അവഹേളനപരമായിട്ടാണ് CPM നേതാക്കന്മാർ നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ടുള്ളത്. ക്ഷേത്ര വേദികൾ CPM അവരുടെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റിയതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി തന്നെ എത്രയോ വട്ടം വിലക്കുകയും ശാസിക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെ തെരുവിൽ ഏതൊക്കെ തരത്തിലാണ് അവഹേളിച്ചുകൊണ്ട് അവർ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. ഗണേശോത്സവത്തിന് CPM പാർട്ടി കൊടിയും അതേപോലെ ചെഗ്വേരയെ പോലുള്ള ആളുകളുടെ ഫോട്ടോയും ഉയർത്തിപ്പിടിച്ച് ഗണേശോത്സവം നടത്തുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളോട് നാളിതുവരെ CPM തികഞ്ഞ ആക്ഷേപകരമായ, അവഹേളനപരമായ, വിമർശനപരമായ സമീപനമെടുത്ത ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരിക്കെ CPMൻ്റെ ഈ അയ്യപ്പ സംഗമം CPM ആണ് നടത്തുന്നത് എങ്കിൽ, CPM ആണ് എന്നിപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, സർക്കാർ നടത്തുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നതാണ്. CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ യാതൊരു ധാർമ്മികമായ അവകാശമില്ല. അവരുടെ മുൻ നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അയ്യപ്പ വിശ്വാസികളോട് ഇവർ ഏത് നിലയ്ക്കാണ് പെരുമാറിയിട്ടുള്ളത്? ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി പോരാടി എന്ന് പറയുന്ന അയ്യപ്പ വിശ്വാസികളോട് ഈ പിണറായി വിജയൻ്റെ സർക്കാർ എടുത്ത നിലപാടെന്തായിരുന്നു? വേട്ടമൃഗങ്ങളെ പോലെയാണ് പിണറായി വിജയൻ്റെ പോലീസ് അയ്യപ്പ വിശ്വാസികളെ ഇടമേൽ ചാടി വീണത്, അവരെ തല്ലിച്ചതച്ചത്, അവർക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ എടുത്തത്. അയ്യപ്പ വിശ്വാസത്തിൻ്റെ ആ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. അവരുടെ ഉപജീവന മാർഗം മുടങ്ങിയ സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? പിണറായി വിജയൻ്റെ സർക്കാരാണ്. അപ്പോൾ ആ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു, ഞങ്ങളങ്ങ് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അപ്പാടെ വിഴുങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ സർക്കാരിൻ്റെ ഈ നിലപാട്, സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാടിനെയൊക്കെ സംശയത്തോടെ നോക്കിക്കാണും. അവർ പ്രൂവ് ചെയ്യട്ടെ, ഞങ്ങൾ വിശ്വാസത്തോടൊപ്പമാണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? അവർ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം. വിഴിഞ്ഞം തുറമുഖത്തിന് സമരം നടത്തിയ കേസ് പിൻവലിച്ചില്ലേ? CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേസുകൾ പിൻവലിച്ചില്ലേ? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരായിട്ട് താമരശ്ശേരിയിലൊക്കെ നടത്തിയ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കലടക്കമുള്ള കേസുകൾ, ക്രിമിനൽ കേസുകൾ പിൻവലിച്ചില്ലേ? ഈ അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സമരത്തിലെ കേസുകൾ എന്താ പിൻവലിക്കാത്തത്? അപ്പോൾ ഇവർ വിശ്വാസികൾക്കൊപ്പമാണോ? ഇവർ വിശ്വാസികൾക്കൊപ്പമാണ് എങ്കിൽ സർക്കാർ സുപ്രീം കോടതി കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിക്കുമോ?
ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിക്കുമോ? ഇവർ വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ വിശ്വാസികളോട് ഇവർ തങ്ങളെടുത്ത നിലപാട് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് മാപ്പ് നൽകണം എന്ന് പരസ്യമായിട്ട് പിണറായി വിജയൻ പറയുമോ? വിശ്വാസികളോട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? അപ്പോഴല്ലേ വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്, വിശ്വാസികളെ ഉപയോഗിക്കുകയാണ് എന്നല്ലേ പറയാൻ പറ്റൂ. അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വിശ്വാസികളെ കൂടെ നിർത്താനുള്ള സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയം പോലെയാണ് ഇതിനെ അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്? യാതൊരു സംശയവുമില്ല. CPM അവരുടെ പൊളിറ്റിക്കൽ ബേസിൽ ഹിന്ദുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ തോതിൽ ഹിന്ദുക്കൾ CPM കൈയൊഴിഞ്ഞു. CPM കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനം കണ്ട് മടുത്ത് കേരളത്തിലെ ഹൈന്ദവ സമൂഹം CPM കൈയൊഴിഞ്ഞിരിക്കുന്നു. CPM അത് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ഈ പറന്നു നടക്കുന്നതിനെ പിടിക്കാൻ പോയിട്ട് കഷ്ടത്തിലുള്ളതിനെ നഷ്ടപ്പെടുത്തിയ അവസ്ഥയാണ് ഇപ്പോൾ CPM. മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളെയും പിന്തുണച്ചു. ഇസ്ലാമിക ശരീഅത്ത് നിയമമനുസരിച്ച് ആണ് കേരളത്തിൽ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസം ശരീഅത്തനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഏകീകൃത സിവിൽ കോഡിനെ എതിർത്തുകൊണ്ട് CPM മുൻ നിലപാട് തിരുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് അല്ലേ? സുപ്രീം കോടതിയിൽ CPM സർക്കാർ കൊടുത്ത, ഇടതുപക്ഷ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ് ശരീഅത്ത് നിയമമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ തുല്യതയും സ്ത്രീകളുടെ സ്വത്താവകാശം, തുല്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിം വിശ്വാസത്തിനൊപ്പം CPM നിന്നു. ഹിന്ദുക്കളുടെ വിശ്വാസത്തിനൊപ്പം CPM നിന്നോ? ശബരിമലയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മുസ്ലിം വിശ്വാസത്തിനൊപ്പം മുസ്ലിം നിയമത്തിനനുസൃതമായിട്ട് ഇവിടെ നിലനിന്നാൽ മതി എന്ന് പറഞ്ഞ CPM ആണ് യുവതികൾ പ്രവേശനത്തിൽ അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത്, വനിതാ മതിൽ കെട്ടിയത്. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുകയല്ലേ? അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം. അവിടെ സ്ത്രീകൾക്ക് തുല്യാവകാശം, ഇവിടെ സ്ത്രീകൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം. ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുണ്ടാവാം, ആവട്ടെ. പക്ഷേ CPM നിലപാടെന്താ? ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യല്ലേ, ജനങ്ങൾ ഇത് മൊത്തം വിലയിരുത്തുകയല്ലേ, ഒബ്സർവ് ചെയ്യല്ലേ. ജനങ്ങൾ CPM കൈയൊഴിയുന്നു, ഹിന്ദുക്കൾ കൈയൊഴിയുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി, ഉപതെരഞ്ഞെടുപ്പുകളിൽ മനസ്സിലായി, ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ട് CPM കിട്ടില്ല എന്നുള്ളത്. മുസ്ലിങ്ങൾ CPM വോട്ട് ചെയ്യുന്നില്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെയുള്ള വഴി എന്താ? ഹിന്ദുക്കളെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഹിന്ദുക്കളെ കൂടെ നിർത്താൻ കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണിത്. യാതൊരു ആത്മാർത്ഥത ഈ കാര്യത്തിലില്ല. വിശ്വാസികളോട് ആത്മാർത്ഥതയില്ല, ശബരിമലയോട് ആത്മാർത്ഥതയില്ല. ദേവസ്വം ബോർഡിനെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കുകയാണ്. ദേവസ്വം ബോർഡിന് ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ തീരുമാനത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചട്ടുകം മാത്രമാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളോട്, ശബരിമലയോടൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കണം, ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ത് സംഭവിച്ചു. നാളെ വരെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, പുതുതായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. 2008 മുതൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ ഉണ്ടല്ലോ. ആ മാസ്റ്റർ പ്ലാൻ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് അനുവദിക്കപ്പെട്ട പണം ലാപ്സായി പോകുന്നത്? സർക്കാർ അനുവദിച്ച പണം ലാപ്സാവുന്നു, കേന്ദ്ര സർക്കാർ അനുവദിച്ച 100 കോടി ലാപ്സാവുന്നു. 100 കോടി 80 കോടിയും ലാപ്സായി. 20 കോടി രൂപയാണ് ചിലവാക്കിയത്. എങ്ങനെ ലാപ്സായി? അപ്പോൾ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ലാപ്സാക്കുന്നു. എന്താ കാരണം? പദ്ധതിയില്ല, ചിലവാക്കാനുള്ള പദ്ധതിയില്ല, പദ്ധതി വേണ്ട, അതിനുവേണ്ടി ആസൂത്രണമില്ല. ആരാ ഉത്തരവാദി? ഭരിക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡുമാണ്. അപ്പോൾ ഇവർക്ക് യാതൊരു ആത്മാർത്ഥയില്ലെന്ന്. ഈ നടക്കാൻ പോകുന്ന സംഗമം വിശ്വാസികളുടെ സംഗമമല്ല. വിശ്വാസികളുടെ പേരിൽ, അയ്യപ്പന്മാരുടെ മറവിൽ വ്യവസായികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ശബരിമലയിൽ നിക്ഷേപം നടത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഇത് നിക്ഷേപ സംഗമമാണ്, വ്യവസായ സംഗമമാണ്. നോക്കൂ, ശബരിമലയുടെ ഒരു പാരമ്പര്യം തകർക്കുകയല്ലേ. വിശ്വാസികളെ കാറ്റഗറൈസ് ചെയ്യുകയാണ്. 3 കോടി രൂപ കൊടുക്കുന്ന വിശ്വാസി, 1 കോടി രൂപ കൊടുക്കുന്ന വിശ്വാസി, 50 ലക്ഷം കോടി കൊടുക്കുന്ന വിശ്വാസി, അവർക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങൾ ശബരിമലയിൽ കിട്ടും. 3 കോടി രൂപ കൊടുക്കുന്ന വിശ്വാസിക്ക് 10 ദിവസമോ 5 ദിവസമോ മറ്റോ താമസിക്കാം, മുറി കിട്ടും,
ദർശനത്തിന് പ്രത്യേക സൗകര്യം, പ്രിവിലേജ്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൊടുക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തരെ തരംതിരിക്കുന്ന, അയ്യപ്പ വിശ്വാസത്തെ തകർക്കുന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന എന്തിനാണ്? പണത്തിന് വേണ്ടിയാണ്, പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഗമം. വികസനത്തിന് വേണ്ടിയാണെങ്കിൽ ഒരുപാട് വികസന ഫണ്ട് ലാപ്സാക്കി കളഞ്ഞൊരു സർക്കാരും ദേവസ്വം ബോർഡുമാണ്. അതിന് ഉത്തരം പറയട്ടെ ആദ്യം. അപ്പോൾ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി. ആർക്ക്? ദേവസ്വം ബോർഡിന് പണം ഉണ്ടാക്കാൻ. എന്തിനാണ് ദേവസ്വം ബോർഡിന് പണം ഉണ്ടാക്കുന്നത്? ജീവനക്കാരെ നിലനിർത്താൻ. ദേവസ്വം ബോർഡ് ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഒരു വർഷം ദേവസ്വം ബോർഡിൻ്റെ വരുമാനം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം 800 കോടി രൂപയാണെങ്കിൽ 700 കോടി രൂപയും ശമ്പളം കൊടുക്കാൻ വേണം. അപ്പോൾ വിശ്വാസികൾ പണം കൊടുക്കുന്നത് ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നവീകരണത്തിന് പണം കൊടുക്കാൻ പണമില്ല, പൊതുമരാമത്ത് ചെലവിന് കൊടുക്കാൻ പണമില്ല, ക്ഷേത്രങ്ങളുടെ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി കൊടുക്കാൻ പണമില്ല. 10 രൂപ അനുവദിക്കുന്നില്ല ദേവസ്വം ബോർഡ്. ഇപ്പോൾ ഒരു വികസന പ്രവർത്തനവും ദേവസ്വം ബോർഡ് നടത്തുന്നില്ല ഒരു ക്ഷേത്രത്തിലും. വേണമെങ്കിൽ ഭക്തജനങ്ങൾ അവിടെ കാശുണ്ടാക്കി പിരിച്ചുണ്ടാക്കി നടത്തിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡ് 10 രൂപ കൊടുക്കുന്നില്ല. കാരണം എന്താ? ദേവസ്വം ബോർഡ് കിട്ടുന്ന പണം മുഴുവൻ ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുക. എങ്ങനെ ഈ സാഹചര്യം ഉണ്ടായി? ദേവസ്വം ബോർഡ് എന്നൊരു വെള്ളാനയെ തീറ്റിപ്പോറ്റാനാണോ ഭക്തജനങ്ങൾ പണം ഇടുന്നത്? ക്ഷേത്രങ്ങൾക്ക് പണം സമർപ്പിക്കുന്നത് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്. ഒരു ക്ഷേത്രത്തിലും ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് എന്നുള്ള വെള്ളാനയ്ക്ക് തീറ്റിപ്പോറ്റാൻ ഭക്തജനങ്ങൾ അവരുടെ മുണ്ട് മുറുക്കിയെടുത്ത് കാണിക്കർപ്പിക്കുന്ന പണം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇതെല്ലാം ഭക്തജനങ്ങളുടെ പണമല്ലേ? അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യല്ലേ? ഇപ്പോൾ ദേവസ്വം ബോർഡിന് പണമുണ്ടാക്കാൻ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു നീതികേടിനെയാണ് ഹൈന്ദവ സംഘടനകൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി.